ഗീതുമോളെ, ഗീതുമോൾ ഇവിടെ നിൽക്കുക. എല്ലാവരും പൂവായി. പ്രാവുണ്ടോ മോളില്? അതിന്റെ ഫാമിലി ഉണ്ട്. കുട്ടികളെ ഞാൻ കണ്ടല്ലോ. ചെറിയതാ. ഓഹോ, വഴക്ക് നടക്കുക. എന്താ കാര്യം എന്നറിയോ? ഇല്ല. എന്താ ഉണ്ടായത്? അതെങ്ങനെ അറിയാ? അതിന്റെ ഭാഷ നമുക്ക് അറിയില്ലല്ലോ. മോള് പറഞ്ഞത് ശരിയാ. പ്രാവിന്റെ മാത്രല്ല, മനുഷ്യര് വഴക്കിടുന്നതിന്റെ ഭാഷയും ഈ പൊതുവാളിന് മനസ്സിലാവണില്ല. ജയരാജ, വണ്ടി എടുക്ക്. പോയിട്ട് കാര്യമായ ജോലികൾ വേറെ ഉണ്ട്. ഗീതു, get into the car. അപ്പൊ എങ്ങനെ 4 ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമോ അതോ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കുഞ്ഞിനെ എങ്ങനെ എന്റെ അറേഞ്ച്മെന്റ്സ്? എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. എന്താ പോരെ? അയ്യ, ഒന്നുകൂടി ആലോചിച്ചിട്ട് മതിയായിരുന്നു ഇപ്പൊ തോന്നാതെ ഇല്ല. കുറെയൊക്കെ സഹിച്ചും ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചും കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടം വരെ എത്താതെ കഴിക്കായിരുന്നു. ആണുങ്ങൾക്ക് ഇനിയൊരു സംബന്ധം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഉഷക്കുഞ്ഞിന്റെ ഭാവി അല്ല, ഞാൻ എന്റെ തലയിൽ തോന്നിയത്. തലയിൽ അങ്ങനെ പലതും തോന്നും. അതൊന്നും പുറത്തേക്ക് എടുത്ത് വിളമ്പണ്ട. തെറ്റും ശരിയൊക്കെ നിശ്ചയിക്കാൻ അവളുടെ അമ്മയായ ഞാനുണ്ട്. തുടക്കം മുതലേ ഞാൻ കരുതിയതാ ഇതിങ്ങനെ അവസാനിക്കുള്ളൂ എന്ന്. നമ്മുടെ തറവാടിനും അന്തസ്സിനും തീരെ യോജിക്കാത്ത വർഗം. കൾച്ചർ എന്ന് പറയുന്നത് അടുത്തോടെ പോയിട്ടില്ല. ഡോക്ടറെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. കുടുംബക്കാരെ പറ്റി യശോദരമ്മ പറഞ്ഞത് ശരിയാ. അയാളും കണക്കാ. ചക്കരയും തേങ്ങയും പറഞ്ഞ് എന്റെ മോളെ വശീകരിച്ചെടുത്തതല്ലേ അവൻ. പ്രേമമാണത്രേ, പ്രേമം. തൃപ്തിയായില്ല നിനക്ക്? മംഗലത്ത് തറവാട്ടിൽ ആദ്യമായിട്ടാ ഡൈവോഴ്സും കോടതി കയറ്റും ഒക്കെ. 18 കൊല്ലം ജസ്റ്റിസിന്റെ കസേരയിലിരുന്ന എനിക്ക് ഇതുപോലൊരു നാണക്കേട് വരാനില്ല. യശോദരമ്മയ്ക്ക് നാണക്കേട് ഉണ്ടായി എന്ന് പറഞ്ഞത് ശരി. പക്ഷേ ഉഷക്കുഞ്ഞിനും മനപ്രയാസം ഉണ്ടെന്നുള്ളതും അതിനേക്കാളും വലിയൊരു ശരിയല്ലേ? കുറച്ചു കാലത്തേക്ക് ഉണ്ടാവും, പിന്നെ അതൊക്കെ മാറും. ഒറ്റ ഡിസപ്പോയിന്റ്മെന്റേ ഉള്ളൂ എനിക്ക്. ഇത് കുറച്ച് നേരത്തെ ആവാമായിരുന്നു. കുട്ടി ജനിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ. അമ്മേ, വേഗം തുറക്കടാ. നല്ലതിനോ ചീത്തയ്ക്കോ എനിക്കും വലിയ ചേച്ചിക്കും വിവാഹത്തിന് യോഗം ഉണ്ടായില്ല. ചേച്ചിക്ക് ഇനി അതൊട്ട് പ്രതീക്ഷിക്കുകയും വേണ്ട. നീ പഠിത്തം കഴിഞ്ഞ് വന്നപ്പോ വിവാഹ ദല്ലാളന്മാരുടെ കൂട്ടത്തല്ലായിരുന്നു വീട്ടുമുറ്റത്ത്. പണത്തിന്റെയും പണ്ടത്തിന്റെയും കണക്കുകൾ ഓരോരുത്തരും ഒന്ന് പറയുന്നത് കേട്ടപ്പോ എന്റെ തല കറങ്ങിപ്പോയി. എന്നിട്ട് നീ കാണിച്ച കടുങ്കൈ ഓർക്കുമ്പോ ജയരാജ പറയുമ്പോ പേഷ്കാരും ദിവാൻജിയുള്ള കുടുംബക്കാരാണെന്നൊക്കെ പറയാം. അതുകൊണ്ട് അവിടുത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം നന്നായിക്കൊള്ളണമെന്നില്ല. അഹങ്കാരം പറ്റിയ ജാതികളാണെന്ന് നാട്ടുകാർ പറയുന്നത് വെറുതെ അല്ലടാ. നിനക്ക് എന്തായാലും തീർന്നല്ലോ. ഇനി ജസ്റ്റിസ് അമ്മായിയുടെ പത്രാസന്റെ പട്ടിക്ക് വേണം അല്ലേ വലിയ ചേച്ചി? ജയരാജേ, ജയരാജ നീ നോക്കിക്കോ. ഈ ഒരു 6 മാസം ഒന്ന് കഴിഞ്ഞോട്ടെ. പിന്നെ ഒരു 6 ദിവസത്തിനുള്ളിൽ 6 ജസ്റ്റിസുമാരെ വിലക്ക് മേടിക്കാൻ കഴിവുള്ള ഒരു തറവാട്ടിൽ നിന്നും നല്ല പൈങ്കിളി പോലത്തെ ഒരു പെങ്കൊച്ചിനെ നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയില്ലെങ്കിൽ ഞാൻ നിന്നെ ചേട്ടാന്ന് വിളിക്കും. ഞാൻ നിന്നെ വല്യേട്ടാന്ന് വിളിക്കും. രണ്ടുപേർക്കും നിർത്തിയിട്ട് പോവാമോ? പറയാ ഇനി ഡാഡി മമ്മിയുടെ കൂടെ കൂടൂലെന്ന്. ആണോ മമ്മി? ഗീതുന് ഉറങ്ങാറായില്ലേ? പിന്നെ പറയാ ഞാൻ ഡാഡിയുടെ വീട്ടിലും താമസിക്കണോ ഇവിടെയും താമസിക്കണോന്ന്. അതെന്താ മമ്മി? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ
വേലക്കാരിയുടെ അടുത്ത് കിന്നാരം പറയാൻ പോരുതെന്ന്. ഞാൻ പോയതല്ല, അവര് കിന്നാരം പറയാൻ വന്നതാ. മോള് പോയി കിടന്നുറങ്ങ. ഞാൻ മമ്മിയുടെ അടുത്താ. വേണ്ട, മോളുടെ റൂമിൽ കിടന്നാ മതി. ചെല്ല്, ഗോ ടു യുവർ റൂം. ഇന്ന് മാത്രം കിടക്കട്ടെ. ഇന്ന് മമ്മിക്ക് തനിച്ച് കിടക്കണം. മോള് പോ. ഗുഡ് നൈറ്റ് മമ്മി. ഗുഡ് നൈറ്റ്. ആ ഇതാര്? ഗീതമോൾ ഇവിടെ ഇരിക്കി. ആ ഗീതമോൾക്ക് ഉറക്കം വരണില്ല അല്ലേ? അതെങ്ങനെ ഉറക്കം വരും? ഉറക്കം വരണമെങ്കിൽ അപ്പൂപ്പനൊരു കഥ പറയണ്ടേ? വേണ്ട. അതെന്താ വേണ്ടാത്തേ? ഇന്ന് അപ്പൂപ്പൻ പുതിയൊരു കഥ പറയാ. ഒരിക്കലും ഒരു രാജ്യത്ത് ഒരു ഉണ്ടനും ഒരു ഉണ്ടത്തിയും ഉണ്ടായിരുന്നു. കിങ് കോങ്ങും വൈഫുവാ. ഇത് ഉണ്ടത്തിയും. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കാലത്ത് കൃത്യം 7 മണിക്ക് അവർക്ക് നെയ്യപ്പം തിന്നണമെന്നൊരു മോഹം. വിറക് വെട്ടാൻ കാട്ടിൽ പോയി. അവിടെ ഒരു പുലിയെ കണ്ടു. ഈ കഥ എങ്ങനെയാ മോൾക്കറിയാ? ഇതല്ലേ ഇന്നലെയും പറഞ്ഞത്. എന്നാലേ അപ്പൂപ്പൻ വേറൊരു കഥ പറയാ. ആ. ഒരിക്കലും ഒരു രാജ്യത്ത് ഒരു രാജകുമാരനും സുന്ദരിയായ ഒരു രാജകുമാരിയും ഉണ്ടായിരുന്നു. അവർക്കൊരു ദിവസം ഉച്ചതിരിഞ്ഞ് ഒരു 4 മണിക്ക് നെയ്യപ്പം പഴംപൊരി തിന്നണമെന്നൊരു മോഹം. അവര് രണ്ടുപേരും കൂടി കാട്ടിൽ പോയി. കാട്ടിൽ ചെന്നപ്പോഴോ അവിടെ ഒരു കിങ് കോങ് ദേ ഇതുപോലെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ എന്ത് കഥ കേൾക്കാനാ ഇഷ്ടം? ഒരിടത്ത് ഒരാള് ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കി. എന്നിട്ട് അത് അയാളുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പൊട്ടി. എന്നിട്ട് അയാൾ ചത്തു. അങ്ങോട്ട് ചാവട്ടെ അങ്ങോട്ട്. എന്നാലേ ഇതൊക്കെ അവസാനിച്ചു കിട്ടുള്ളൂ. എന്തേ ഇരിക്കണേ വെറുതെ? ഗീതു നിക്ക്. ഗീതു ടൈ കെട്ടിട്ട് പോ. ബസ് വന്ന്. പിടിച്ചു. ആ മുഖം തുടക്കേ. പാല് കുടിച്ചാ വാ കഴിവണമെന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട്? ആ വരടിത്തള്ള പീപ്പി വിളിച്ച് ചാവാൻ പോവാന്നാ തോന്നണേ. ഒന്ന് വേഗാവട്ടെ. ടാറ്റാ. ഗീതു അമ്മൂമ്മയ്ക്ക് ടാറ്റ പറ. അതൊക്കെ അടുത്ത ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 5 മണിക്ക് പറയാം. എന്താ കാമ ചേച്ചി, സുഖം തന്നെയല്ലേ? അല്പസുണ്ട്. എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട എന്റെ പൊന്നെ. നമുക്ക് പോവാം. പോവേ. താൻ എവിടേക്കാ? കുട്ടിക്ക് ഇരിക്കാൻ സീറ്റൊക്കെ ഉണ്ടല്ലോ. സീറ്റൊക്കെ എന്തിനാ? ഒന്ന് പോരെ. വയസ്സും പ്രായമായിട്ട് തമാശ ഒന്നും പോയിട്ട് എന്റെ ദേഹത്ത് തൊട്ട് കളിച്ചാലുണ്ടല്ലോ കാര്യം മാറും. ചേച്ചി താൻ എവിടേക്കോടെ ഞൊളഞ്ഞൊളഞ്ഞ് കയറണേ? അല്ല, കുട്ടിക്ക് വഴിയിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഇപ്പൊ ഒന്ന് മൂത്രം ഒഴിക്കണം, അല്ലെങ്കിൽ ഇത്തിരി വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇറങ്ങി ഇത്തിരി പച്ചമീനോ അല്ലെങ്കിൽ വെണ്ടയ്ക്ക വഴുതന എന്തെങ്കിലും ഒന്ന്. കുട്ടിക്ക് എന്താവശ്യം വന്നാലും അതിന് ഞാനുണ്ട്. താൻ തന്റെ കാര്യം ഞാൻ കേറൂട്ടമ്മായി. പോടാ അവിടുന്ന്. നിങ്ങൾ കുട്ടികളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നുണ്ടെന്ന് എനിക്കൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഹെഡ് ടീച്ചറിൽ നിന്ന് പറയാനാണ് ഞാൻ വരുന്നത്, അല്ലാതെ ഓശാരത്തിനല്ല. പോടാ അവിടുന്ന്. താനെ എവിടെ വേണമെങ്കിലും പോയി കംപ്ലൈന്റ് ചെയ്തോ. പോടാ അവിടുന്ന്. എടാ കണ്ണാടി, എണീക്കടാ. ഇത് എന്റെ സീറ്റാ. പറ്റില്ല, ഇന്ന് ഞാനിവിടെ ഇരിക്കും. എണീക്കാൻ. കുട്ടിയുടെ പേര് എഴുതിയിട്ടുണ്ട് അവിടെ. വേറെ സീറ്റിലിരുന്നോ? വേണ്ട, എനിക്ക് ഇവിടെ ഇരിക്കണം. എഴുന്നേറ്റ് കൊടുക്കണ പൊണ്ണ. ആ കൊച്ചി ഇരുന്നോട്ടെ അവിടെ. ഞാൻ എനിക്കില്ല. അടിച്ച് ചമ്മന്തിയാക്കും. എണീക്കടാ കണ്ണാടി. പൊടി വരെ കഴുതേ. കിട്ടേണ്ടത് കിട്ടിയപ്പോ നിനക്ക് സമാധാനായില്ലടാ. എണീക്കര അവിടുന്ന്. നീ ഇവിടെ ഇരുന്ന് സമാധാനായിട്ട് കരഞ്ഞോട്ടെ. നിങ്ങളാരും അവനെ ശല്യം ചെയ്യരുത്. ഹാൻഡ്സ് അപ്പ്. ഓ, ഒരു തോക്കുകാരൻ. നായാട്ടിന് പോവാ നീ. ഒരു ദിവസം പിടിച്ചു വലിച്ചു ഒരു ഏറ് കൊടുക്കും. നീ നിന്റെ ഒരു ഇംഗ്ലീഷും എനിക്കവിടെ. മോനെ വരാൻ ഇഷ്ടമല്ല വേണ്ടേ? അത് നടപ്പില്ല. അക്കാമയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്തിനാ അക്കാമ ഈ ബിസിൽ കൊണ്ട് നടക്കുന്നത്? വണ്ടി വിടുന്നതായി. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ് ഡോക്ടർ.
ഇതിന്റെ അലൈൻമെന്റിന് ഒരു ചെറിയ തകരാറ്, അതൊന്ന് ചെക്ക് ചെയ്യായിരുന്നു. ഫ്രണ്ടിലെ ടയർ ഭയങ്കര തേമാനം. എന്നും റീബിൽഡ് ചെയ്യാനേ സമയമുള്ളൂ. എപ്പോ നോക്കിയാലും ഫാദറിന് ഇതല്ലേ ഉള്ളൂ വിഷയം. വണ്ടികളും മെക്കാനിക്സും. വെറുതെ അല്ല കുട്ടികൾ മെക്കാനിക് അച്ഛൻ വിളിക്കുന്നത്. അതൊരു രസമല്ലേ ഡോക്ടർ? എന്തായാലും മനുഷ്യരെക്കാൾ ഇടപഴകാൻ ഭേദം വാഹനങ്ങളാ. ഡോക്ടർ എന്താ ഈ വഴിക്ക്? ഞാൻ വീട്ടിലേക്കാ, മോളെ കൂടെ കൂട്ടാമെന്ന് കരുതി. അതിന് സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടല്ലോ. പിള്ളേരെ വിട്ടിട്ടാ വണ്ടി വന്നത്. ഓ ഐ സി. ദെൻ ഓക്കെ ഫാദർ. ആ ഫോൺ. ഹലോ 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 79560 ആണോ? ഇത് 79560. സോറി. ഹലോ 79560 അല്ലേ? ഇത് 79560 ആണ് ചങ്ങാതി. ഹലോ, ഇത് ചെറുകുന്നത്ത് ഭാസ്കര പിള്ളയാണ്. ഓഹോ, താൻ മരിച്ചില്ലേ? പത്രത്തിൽ ചരമകോളത്തിൽ തന്റെ പേര് കണ്ടല്ലോ. ഒരുപാട് ഭാസ്കര പിള്ളമാര് മരിച്ചിട്ടുണ്ട്. അതൊന്നും ഞാനല്ല. അവിടെ സംസാരിക്കാൻ കൊള്ളാവുന്ന മാന്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ കൊടുക്കൂ. ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയ ഒന്നുകൂടി ഉണ്ട്. അതിനെ പുറത്ത് കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കുക. എന്താ കാര്യം എന്ന് വെച്ചോ പറയടോ. പാക്ക് അര പിള്ള. കുട്ടിയെ എന്തുദ്ദേശിച്ചാണ് ഇന്ന് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത്? നിയമപ്രകാരം കുട്ടി ഇന്ന് ഇവിടെ വരേണ്ടതാണ്. കോടതി നിയമം ലംഘിച്ചാൽ അതിന്റെ അനന്തരഫലം എന്താണെന്ന് തനിക്ക് അറിയാമോടോ കിഴങ്ങാൻ പൊതുവാളെ? പാക്കരപ്പിള്ള തോന്നിവാസം പറയരുത്. കുട്ടിയെ ആരും വിളിച്ചോണ്ടൊന്നുമല്ല. കുട്ടി സ്വമേതാ ബസ്സിൽ വന്നിറങ്ങിയതാ. ഈ കേസും വിധിയൊന്നും അതിന് നിശ്ചയില്ലല്ലോ. പിന്നെ കോടതിക്കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. വക്കീൽ ഗുമസ്തപ്പണിയായിട്ട് കോടതി വരാന്തയിൽ കുറെ നിറങ്ങിയവനാ ഞാൻ. ഞാൻ കണ്ട അത്ര കോടതി ഒന്നും തന്റെ തറവാട്ടിൽ ആരും കണ്ടിട്ടില്ലടോ പാക്കര പിള്ള. തറവാടിന് പറയുന്നോ? തന്റെ തറവാടിന്റെ ഗുണമൊന്നും എന്നോട് പറയണ്ട. എന്താടോ ഇത്ര ചിരിക്കാൻ? ഞങ്ങളൊരു തമാശ പറഞ്ഞിട്ട് ചിരിച്ചതാണ്. തരൂ. തെണ്ടി ചീമ പന്നി തറവാടിനെ തൊട്ട് കളിക്കുന്നു. അടിച്ചു നിന്റെ കരണക്കുറ്റി പൊളിച്ചോളയും. ആരാ സംസാരിക്കുന്നത്? എന്തുവാടോ തന്റെ ശബ്ദം മാറിപ്പോയോ? മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ പിള്ളേ. ഞാൻ ഉഷയുടെ അമ്മയാണ് സംസാരിക്കുന്നത്. ഫോൺ എടുത്ത് സംസ്കാരമില്ലാത്ത ഭാഷയിൽ സംസാരിക്കാൻ ഇത് ആരുടെ വീടാണെന്ന് കരുതി? ഇനി മേലിങ്ങനെ ഉണ്ടായാൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. യു അൺകൾച്ചർഡ് ഫൂൾ. ഇംഗ്ലീഷിൽ തെറി പറയുന്നു. ദേ, ഞാൻ നല്ല പച്ച മലയാളത്തിൽ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ. പക്ഷേ ഞങ്ങൾ അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവരായതുകൊണ്ട് പറയുന്നില്ല. വെക്കണേ മൂലവി ഫോൺ. ഗീതു കേൾക്കാനാ പറയുന്നത്. ആ വീട്ടിൽ പോയാൽ ആരുമായിട്ടും അധികം ഇടപെടാൻ നിൽക്കരുത്. എല്ലാം കൾച്ചറില്ലാത്ത ആൾക്കാരാ. അവിടുന്ന് ഒരു വൃത്തികെട്ട സ്വഭാവം പഠിച്ചെങ്കിൽ വന്നാൽ മനസ്സിലായ കുട്ടിക്ക്?